ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി മന്തിയാട്ട, ചിക്കൻ മന്തി. നല്ല ടേസ്റ്റാണ്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ മന്തി ഉണ്ടാക്കാൻ നോക്കാം. ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കിയെടുക്കുക. 1 സ്പൂൺ കുരുമുളകും 1 സ്പൂൺ മല്ലിയും അതുപോലെ 1 സ്പൂൺ ചെറുജീരകം ഇട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം ഓയിലൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു അല്പം ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു പുളി ടേസ്റ്റ് കിട്ടും. ചിക്കൻ ഞാനിവിടെ സ്കിന്നോട് കൂടിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നിൽ നല്ലപോലെ പുരട്ടിയിട്ട് 1 ഹവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റൈസ് കുക്കർ വെച്ചിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഏലക്കായും കരയാമ്പും കറുകപ്പട്ടിയും ചെറുജീരകവും മല്ലിയൊക്കെ ഇട്ടിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, 1 ഓണിയന്, 2 ഗാർലിക്ക്, 2 പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഒരുപാട് മസാലയൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു വലിയ സവാള എടുത്തത്. അല്ലെങ്കിൽ ഒരു ചെറിയ സവാള എടുത്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ 3 ഗ്ലാസ് അരിയാണിത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് 1.5 ഗ്ലാസ് മതി. അതിനേക്കാളും കൂടുതൽ വെക്കണ്ട, വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ഒട്ടിപ്പോകും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഈ റൈസ് കുക്കർ മേടിക്കുമ്പോൾ ഇതുപോലെ ഒരു അരിപ്പ പാത്രം നമുക്ക് കിട്ടും, സ്റ്റീം ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണിത്. അപ്പോൾ ഇതിലേക്ക് ആ മസാല പുരട്ടി വെച്ച ചിക്കനൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ റൈസ് കുക്കർ ഇല്ലെങ്കിൽ നോർമൽ പാത്രത്തിൽ വെച്ചാലും മതി, ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്താൽ മതി. ഇനി ഇത് ഫോയിൽ പേപ്പർ വെച്ച് ഞാൻ കവർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്, ഒരു 15-20 മിനിറ്റിനുള്ളിൽ റൈസ് സെറ്റായി കിട്ടുന്നുണ്ടോ. ഇത് വെള്ളം വറ്റി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി റൈസ് കുക്കർ ഓഫായിട്ട് വാമിൽ എടുക്കും. വാമിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും റൈസ് എടുക്കാം. അത് ചൂടോടുകൂടി തന്നെ ഇരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. റൈസ് എങ്ങനെയുണ്ട് നോക്കാം. കണ്ട നല്ല ഇങ്ങനെ കുതിർന്ന് കിടക്കണണ്ട, ഒന്നും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് റൈസേ അല്ലത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. പിന്നെ ഞാനിവിടെ ആ ചിക്കനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ ചെയ്യാണ്ടും നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ചെറിയ പീസ് ചാർക്കോളൊക്കെ എടുത്തിട്ട് ഒന്ന് കണലാക്കിയിട്ട് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്മോക്കിൻ്റെ ആ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന അതേ മന്തിയുടെ ടേസ്റ്റ് ഉള്ളത്. അതുപോലെ ആ സ്മെല്ലും ഉണ്ട് കേട്ടോ. 10 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുണ്ടാ. ഗസ്റ്റുകൾക്ക് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.